ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട SRKയുടെ മൂവി ഡങ്കി റിലീസ് ആയിരിക്കുകയാണ്. മൂവി കണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് റിവ്യൂമായി എത്തിയിരിക്കുകയാണ്. ഈ മൂവിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഫീൽ ഗുഡ് ഡ്രാമ, കോമഡി ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറെ നാളുകൾക്ക് ശേഷം ഒരു സൂപ്പർ സ്റ്റാറിന്റെ, ഒരു ബോളിവുഡ് സ്റ്റാറിന്റെ അടിയും ഇടിയും വെട്ടും കൊത്തും ഇല്ലാത്ത ഒരു മൂവി കണ്ടു എന്നിറങ്ങിയ ചെറിയൊരു കൃതജ്ഞത എനിക്ക് അവരോടുണ്ട്. രാജ്കുമാർ ഹിറാനിയുടെ സിഗ്നേച്ചർ മൂവി, ശരിക്കും പറഞ്ഞാൽ PKയും അതുപോലെ 3 Idiots ഒക്കെ പോലെ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മൂവിയാണ്. ഒരു വെറൈറ്റി തീം എടുത്തുകൊണ്ടുവന്ന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള തീം, അതിൽ കുറച്ച് കോമഡി, കുറച്ച് ഡ്രാമയും കുറച്ച് റൊമാൻസും കുറച്ച് ട്രാജഡിയും ഒക്കെ ചേർത്തുകൊണ്ട് ഇറക്കിയ ഒരു പടം. സത്യത്തിൽ ആ മൂവി ഇതൊരു 162 ടൈം, അതായത് 2 minutes മൂവിയാണ്. അതായത് 2.25 മണിക്കൂറുണ്ട്. സത്യത്തിൽ എനിക്ക് ഈ ബോളിവുഡ് സിനിമകളോട് ഒരു റിക്വസ്റ്റ് ഉള്ളൂ, ദയവ് നിങ്ങളുടെ ഒരു ഡ്യൂറേഷൻ ഇച്ചിരി കുറയ്ക്കണം. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒന്നും ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു അരമണിക്കൂറോളം നമ്മളെ ഇങ്ങനെ പ്രേക്ഷകരായിട്ട് ഇങ്ങനെ വലിപ്പിക്കുന്നുണ്ട് ആ മൂവി. വേറൊന്നുമല്ല, ഇവരുടെ കോൺവെർസേഷൻ തന്നെ ഈ കുറച്ച് കോമഡി, കുറച്ച് ട്രാജഡി, അങ്ങനത്തെ കുറെ കോൺവെർസേഷൻ ഉണ്ടല്ലോ, ചെറിയ ഡ്രൈ കോമഡീസ് ഒക്കെ അടിച്ച് നമ്മൾ ഇച്ചിരി വെറുപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങൾ, അതിലേക്ക് നടക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് കേരളം ഉൾപ്പെടെ ഒരുപാട് പഞ്ചാബ്, ഇന്ത്യ, പിന്നെ UK, അങ്ങനെ ആ ഒരു UK-യിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ, അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ എല്ലാവരുടെയും സ്റ്റേറ്റുകളിലുണ്ടല്ലേ. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞ അഭയാർത്ഥികളായിട്ട്, അതായത് ഒളിച്ച് കപ്പലിലൊക്കെ, എന്റെയൊക്കെ പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ മാമന്മാരൊക്കെ കള്ളവണ്ടി കയറിയാ പോയിരിക്കുന്നത്, അതിനുശേഷം അവിടെ ചെന്ന് എല്ലാം സെറ്റിൽ ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട്. എന്റെയൊക്കെ ഡയറക്റ്റ് അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ ഗ്യാപ്പ്, ബാക്കിലെ ജനറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ ആൾക്കാർ പോകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലും ഉണ്ട്, അത് ഏത് സ്റ്റേറ്റിലും ഉണ്ടാവാം. കള്ളവണ്ടി കയറി ബോംബെക്ക് പോവുക, അല്ലെ കള്ളവണ്ടി കയറി ദുബായ്ക്ക് പോവുക, അങ്ങനെ ദുബായ്, നമ്മുടെ നാട്ടിൽ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. അത് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ചിലവർ UK-യിലേക്കായിരിക്കാം, ചിലവർ അമേരിക്കയിലായിരിക്കാം, ചിലവർ ഗൾഫിലേക്കായിരിക്കാം. അങ്ങനെ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്ഷപ്പെടാത്ത മറ്റു കുടുംബങ്ങൾ രക്ഷപ്പെട്ടതോടൊപ്പം സ്വന്തം ജീവിതം നശിച്ചുപോയ കുറെ അഭയാർത്ഥികളുണ്ട്. ഇന്നും തിരിച്ചു വരാൻ സാധിക്കാതെ കുറെ നാടുകളിൽ ആരാലും അറിയപ്പെടാതെ, സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത കുറെ ആളുകൾ ഇന്നും അഭയാർത്ഥികളെ ലോകത്തിന്റെ പല കോണുകളിലും ജീവിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ പൗരത്വം ഇല്ല അവർക്ക്, എന്നാൽ മറ്റ് രാജ്യങ്ങൾ, അവർ ഏത് രാജ്യത്തിലേക്കാണോ കുടിയേറിയത് അല്ലെങ്കിൽ അഭയാർത്ഥികളായി പോയത്, അഭയാർത്ഥികൾ മീൻസ് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ കള്ള രീതിയിൽ പോയ, നിയമത്താൽ പോകാത്ത ആൾക്കാർ, അവരിന്നും അവിടെ ജീവിച്ചു മരിക്കുന്നുണ്ട്. ഇനിയുള്ള തലമുറ അങ്ങനെ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പോകത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതൊരു നേർക്കാഴ്ചയാണ്. കാരണം ഇപ്പോഴത്തെ തലമുറ ഇനി അങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പഴയ തലമുറയിൽ ഇങ്ങനെയൊക്കെ പോയാണ് നമ്മുടെയൊക്കെ കുടുംബം ഒരു ലെവലിൽ എത്തിച്ചതെന്ന് പുതിയൊരു തലമുറയ്ക്ക് ഒരു ബോധ്യം ഈ സിനിമയിലൂടെ, ഒരു മെസ്സേജ് രാജ്കുമാർ ഹിറാനി കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂ ജനറേഷൻ ഇത് അറിയില്ല. 1990s ഒരു ഈ പ്രസന്റ് സിറ്റുവേഷനും പിന്നെ 1996 ഒരു കാലഘട്ടമാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, നമ്മുടെ ലൈഫുമായിട്ട്, പഴയ അഭയാർത്ഥികളായിട്ട് പോയ NRIs-ന്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അത് നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട്. അന്നത്തെ ആ രാജ്യത്ത് നമ്മളുള്ള സമീപനം, പിന്നെ എന്താ പറയുക, നമ്മളെ ചതിക്കുന്ന ആൾക്കാര്, വിസ തട്ടിപ്പുകാർ, അങ്ങനെ പല ജീവിതത്തിലെ പല റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോർത്തിറക്കിയാണ് രാജ്കുമാർ ഹിറാനി ഈ പടം എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിൽ ഷാരൂഖ് ആയാലും എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന കോ ആക്ടേഴ്സും തപ്സിപ്പനും എല്ലാവരും നല്ല രീതിക്ക് തന്നെ അവരുടെ ക്യാരക്ടർ റോൾ സംവിധാനം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് നമുക്ക് ഇതിനെ പറയാം. ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു മൂവിയാണ്. ഒരു റിയലിസ്റ്റിക് പിക്ചറായിട്ട് നമുക്ക് തോന്നും. ഇച്ചിരി ലാഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാം. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു വേദന നിറച്ചുകൊണ്ട് നിർത്തുന്ന ഒരു മൂവി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. വീണ്ടും കാണാം. ബൈ ബൈ.